ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് നമ്മൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 30-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യത്തിൽ 3 പദങ്ങൾ കാണാനായിട്ട് പറ്റും. കേൾക്കണമേ, കരുണ തോന്നണമേ, രക്ഷകനായിരിക്കണമേ. ഈ 3 കാര്യങ്ങൾ നിലവിളിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പദങ്ങളാണ്. ഈ പദങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടുന്നത്. സങ്കീർത്തനം ആണ് ചിന്തിക്കാനായിട്ട് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കരുത്. കാരണം പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സങ്കീർത്തനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത, എത്ര നാളായി കേൾക്കുന്നു, എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സങ്കീർത്തനം വായിക്കരുതെന്നും ധ്യാനിക്കരുതെന്നും പോലും പറയുന്ന ആളുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനത്തിലെ ഒരൊറ്റ വാക്യം കൊണ്ട് മരണകരമായ ഒരു രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി നിന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വാക്യം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ വാക്യം രോഗക്കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു വാക്യമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായി പറയുന്നത്. നമ്മൾ ചിന്തിക്കും, ദാവീദിന്റെ സങ്കീർത്തനമല്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതല്ലേ, എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. സങ്കീർത്തനം ദാവീദിൻ്റെതാണെങ്കിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞാലേ, ഒരു കാര്യം ഞാൻ വെറുതെ പറയില്ല. ദൈവവചനം വായിച്ചപ്പോൾ ഒരു കാര്യം കേട്ട് ഞാൻ ഒത്തിരി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. കാരണം നമുക്ക് പോലും ജീവിതത്തിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. 2 ശമൂവേൽ 23-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അതല്ല ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയമെങ്കിലും അതൊന്ന് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ദാവീദിന്റെ അന്ത്യവാചകങ്ങളാണ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് വന്നപ്പോൾ ദാവീദ് പറയുന്ന വാക്കുകളാണ്. ഇശായി പുത്രന്റെ അന്ത്യവാക്കുകൾ, യഹോവയുടെ അഭിഷിക്തൻ സംസാരിക്കുന്നു. എന്താണെന്നറിയാമോ? യഹോവയുടെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു, അവന്റെ വചനം എൻ്റെ നാവിലുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാവസാനത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ നാവിലുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളെ പോലും വില കുറച്ച് കാണരുത്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ആത്മീക വർധനവിനും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ആഴമായി മുന്നേറുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സങ്കീർത്തനങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ആഴമായ ആത്മീക മർമ്മങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ ഈ 30-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു മെസ്സേജ് തയ്യാറാക്കാനായി ദൈവസന്നിധിയിൽ ഇരുന്ന് വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ധാരാളം ചിന്തകൾ വചനത്തിലൂടെ ദൈവാത്മാവ് എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെയാണ് ചിലർക്കൊക്കെ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് കരുതി നിലവിളിക്കുന്നതിൻ്റെ ഒരു രീതി. സത്യത്തിൽ ദൈവവചനത്തിൻ്റെ അകത്ത് എങ്ങനെ നിലവിളിക്കണമെന്നോ ഒന്നും കൽപ്പനകളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വചനവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വചനത്തിലൂടെ മറഞ്ഞു കിടക്കുന്ന ആത്മീക മർമ്മങ്ങളെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. പ്രത്യേകിച്ച് ദാവീദൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിച്ചവരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർ കടന്നുപോയ വഴികൾ, അവർ മനസ്സിലാക്കിയ ആത്മീക സത്യങ്ങൾ ഈ 2026-ലും ദൈവ ജീവിതത്തിൻ്റെ അകത്തേക്ക് നമ്മളത് കൊണ്ടുവരുവാൻ തയ്യാറായാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ വിടുതൽ കിട്ടാനും പിന്നെ അത്ഭുതങ്ങൾ നടക്കാനും മാറ്റം ഉണ്ടാകാനും ഇങ്ങനെ പല സമയത്ത് ലക്ഷ്യമില്ലാത്തവരെ പോലെ പോകുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനുള്ള മാർഗം നമ്മുടെ കൈകളിൽ ദൈവം തന്നിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റും. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, ഈ ഒരു സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഞാൻ സങ്കീർത്തനം എന്ന് കേൾക്കുമ്പം ചിലര്
ഓ സങ്കീർത്തനത്തിൽ നിന്നാണോ പറയുന്നേ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കല്ലേ, നിങ്ങൾ ഇത് മൊത്തം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ 30-ാം സങ്കീർത്തനം ഒരു ഭവന പ്രതിഷ്ഠാ ഗീതമെന്നാണ് ഇതിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ സങ്കീർത്തനം ഞാൻ വായിച്ച് ദൈവസന്നിധി ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് സത്യത്തിൽ ദാവീദിന്റെ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിടുതൽ കിട്ടിയതിലുള്ള സന്തോഷം ദൈവസന്നിധിയിൽ അദ്ദേഹം പറയുകയാണ്. എന്തിൽ നിന്നൊക്കെയാണ് തനിക്ക് വിടുതൽ കിട്ടിയത് അതെല്ലാം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സ്നേഹത്തോടെ പറയാം, നിലവിളിക്കും കണ്ണുനീരിനും ഒരു മറുപടിയുണ്ട്. അതുപോലെ ഈ സങ്കീർത്തനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ദാവീദ് ദൈവത്തോട് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിലാണ്, 8-9 വാക്യങ്ങളിലാണ്. ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ കുഴിയിൽ പോയാൽ, ഞാൻ മരിച്ചാൽ ആർക്കാ പ്രയോജനം? അങ്ങേക്കും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല. കാരണം ഒരു സാക്ഷി കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ കാര്യം പറയാനും ഉള്ള ഒരാൾ കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആർക്കാണ് നഷ്ടം? എനിക്കും എൻ്റെ കുടുംബത്തിനും. മറ്റാർക്കെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാറ്റപ്പെട്ടാൽ ആർക്കാണ് നഷ്ടം? ആർക്കും ഇല്ല. ചിലപ്പോൾ കല്ലറയിൽ വന്ന് ഉറ്റവർ കുറച്ച് കണ്ണുനീർ തുള്ളികൾ പൊഴിക്കും, മറന്നു. അത്രയുമേ ഉള്ളൂ മനുഷ്യന്റെ സ്നേഹം, അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ബന്ധങ്ങൾ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാള മനോരമയുടെ പത്രത്താളിൽ ജീവിതം അവസാനിക്കേണ്ടവനായിരുന്നു ഞാൻ. എൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിണറ്റിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ. പക്ഷെ ഇന്ന് ഈ 39-ാമത്തെ വയസ്സിലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കർത്താവിനെ കണ്ടെത്തിയത്, അറിഞ്ഞതാണ് എനിക്ക് ജീവിതം തന്നത്, ഒരു കുടുംബത്തെ തന്നത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് 1000 നാവാണ്, 1000 നാവാണ്. പാടിയാലും പാടിയാലും തീരത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം അവസ്ഥകളെ മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് ചെയ്യുക. ഇവിടെ ദാവീദിന് ചില വിഷയങ്ങളിൽ ദൈവം വിടുതൽ കൊടുത്തു. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി, രട്ടഴിച്ചു, സന്തോഷം ഒടിപ്പിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ശരിക്കും സൗഖ്യത്തിനായി കുഴിയിൽ നിന്നുള്ളൊരു നിലവിളിയാണ്. ഈ നിലവിളി എങ്ങനെയായിരിക്കണമെന്നുള്ളതിലേക്ക് ഞാൻ വരാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. അടുത്തത്, രട്ട് അഴിച്ച് സന്തോഷം ഉടുപ്പിച്ചിരിക്കുകയാണ്, വിലാപത്തെ നൃത്തമാക്കി തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ 2 ശമൂവേൽ 23:2 ഔന്നിത്യം പ്രാപിച്ച ഇശായി പുത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഔന്നിത്യം പ്രാപിച്ച ഇശായി പുത്രൻ. ഈ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിനായിട്ടാണ് ദൈവം മുമ്പിലേക്ക് പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷെ പുതുതായിട്ടൊരു മെസ്സേജുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എന്താ? നമ്മുടെ കടം മാറണം, നമ്മുടെ പ്രശ്നം മാറണം, നമ്മുടെ രോഗം മാറണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മാറണം. നമുക്ക് ആ ഒരു പ്രശ്നം, ആ ഒരു പ്രത്യേക പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് നാച്ചുറൽ ആണല്ലോ. പക്ഷേ ദൈവം ആ പ്രശ്നത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സമ്പൂർണമായ, സമഗ്രമായ ഒരു വിടുതൽ നൽകി തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സമഗ്ര വികസനം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും ആളല്ല, എങ്കിലും ഈ സമഗ്ര വികസനം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉയർത്തി കാണിക്കുന്ന ഒരു പദമാണ്. ഞാൻ ഈ ദൈവവചനം ധ്യാനിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ സമഗ്ര വിടുതൽ എന്ന് പറയുന്ന ഒരു പദം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സമഗ്ര വികസനം എന്ന് പറയുന്നത്?
അപ്പൊ ഈ പാർട്ടിക്കാർ പറയുകയാണ്, ഞങ്ങളെ അധികാരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ സമഗ്ര വികസനമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഞങ്ങൾ വികസനം നടത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു രോഗം മാറാനും കഷ്ടത മാറാനും പ്രയാസം മാറാനും ഒക്കെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നാലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് സമഗ്രമായ വിടുതലാണ്. കാരണം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കുഴിയിൽ നിന്ന് നിലവിളിച്ചു സൗഖ്യത്തിനായിട്ട്, പക്ഷെ നീ എൻ്റെ പ്രാണനെ ഷയോളിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോഗസൗഖ്യമോ നമ്മുടെ കടബാധ്യതകൾ മാറുകയോ മാത്രമല്ല, ദൈവത്തിന്, കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സമസ്ത മേഖലകളിലും രൂപാന്തരം വരുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങിയത് പിതാവിന്റെ മദ്യപാനം മാറാനും കുടുംബ പ്രശ്നം മാറാനുമാണ്. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവിന്റെ മദ്യപാനവും കുടുംബ പ്രശ്നവും മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആ ഒരു ദൈവിക വിടുതൽ അയച്ച് ആ ഒരു ആത്മീക ആരാധനയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും മുന്നോട്ട് പോവുക എന്ന് മാത്രമല്ല, ആ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞപ്പോൾ കഷ്ടതയുണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കാലാകാലങ്ങളിൽ ദൈവം അതിലൂടെയെല്ലാം കടത്തിവിട്ട് പഠിപ്പിച്ച് ഇന്ന് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയാം, അവിടുന്ന് നമ്മളെ പണിയും എന്ന് മാത്രമല്ല, പണിതതിന് ശേഷം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ പണിയപ്പെടാൻ നമ്മൾ തയ്യാറല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, അവിടുന്ന് കേവലം സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അതായത് ഈ ലോകത്തിനപ്പുറത്ത് നിത്യ നരകത്തിലേക്ക് പോകാതെ വണ്ണം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനൂടെയാണ്. കർത്താവ് പറഞ്ഞു, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനായിട്ടാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ ഇതെല്ലാം വിട്ട് അങ്ങേ പിൻപറ്റി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ പറഞ്ഞു, ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ ഇതിന്റെ എല്ലാം 10 മടങ്ങ് നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, മനുഷ്യപുത്രൻ വരുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ശരിക്കും ഈ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു വലിയ പാക്കേജാണ്. ഒരു പ്രശ്നം മാറാനോ പ്രയാസം മാറാനോ ആണ് വരുന്നതെങ്കിലും ഈ ഒരു ചിന്താഗതി, ഈ ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം, ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് തിരിച്ചു പോകുന്ന പരിപാടിയല്ലിത്. നമ്മളെ അവിടെ തന്നെ നിർത്തി നമ്മളോട് വീണ്ടും സംസാരിച്ച്, നീ എൻ്റെ കൂടെ പാർക്കുക, നീ എൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. പോകട്ടെ. അപ്പൊ ശരിക്കും സമസ്ത മേഖലകളിലുമുള്ള വിടുതലുകൾ കർത്താവ് പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ആത്മീക മേഖലകളിലും, അതേ ശാരീരിക മേഖലകളിലും, മാനസിക മേഖലകളിലും, സാമ്പത്തിക മേഖലകളിലും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ആ ഒരു ദൈവിക വിടുതൽ പകരുകയാണ്. ഞാൻ ഭൂതഗ്രസ്തരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മെസ്സേജിൽ നിങ്ങൾ കേട്ടു. ഭൂതഗ്രസ്തരെ ഭൂതമെന്ന് കണ്ട് യേശു സൗഖ്യമാക്കി, രോഗികളെ രോഗികളെന്ന് കണ്ട് യേശു സൗഖ്യമാക്കി, വിശന്നിരിക്കുന്നവർക്ക്, തൻ്റെ പാദപീഠത്തിൽ ഇരുന്നവർക്ക് അപ്പം വേണ്ട സമയത്ത് അപ്പം നൽകി, ആത്മാവിന്റെ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ മേഖലകളിലുള്ള സമ്പൂർണമായ വിടുതലാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്നത്. അത് അനുഭവിക്കുക, അത് തിരിച്ചറിയുക, അത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോയാൽ അനുഭവിക്കാനായിട്ട് പറ്റും. നമുക്ക് നിലവിളിയിലേക്ക് വരാം. ഇവിടെ ദാവീദിന്റെ നിലവിളി എന്നെ അത്ഭുതപ്പെടുത്തി. വെറുതെ നിലവിളിക്കുകയല്ല. ചിലരാന്ന് ചുമ്മാതങ്ങ് കരയുകയാണ്. അവര് പറയുകയാ, ഞാൻ കാറിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കരച്ചിൽ ദൈവ മുമ്പിൽ പ്രാർത്ഥനയാക്കി മാറ്റണം. കാരണം 30-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിലവിളിയുടെ 3 ഭാഗങ്ങൾ കാണാനായിട്ട് നമുക്ക് പറ്റും. ഒന്ന്, ഹിയർ ഓ ലോർഡ്, എന്നെ കേൾക്കണമേ. ബി ഗ്രേഷ്യസ് ടു മീ, എന്നോട് കരുണ തോന്നണമേ. ബി മൈ ഹെൽപ്പർ, എൻ്റെ സഹായി ആയിരിക്കണമേ. 3 കാര്യങ്ങളാണ്. വെറുതെ കരയുകയല്ല. 1, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 2, കരുണ തോന്നണമേ. 3,
രക്ഷകനായിരിക്കണമേ. എന്താണ് സാധാരണ നിലവിളിയും സാധാരണ പ്രാർത്ഥനയും ഈ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ശരിക്കും ദൈവത്തെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വഴികളെ അറിയണം. ദൈവത്തിന് ആരെയാണ് ആവശ്യം? യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അയ്യോ, കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്തവന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി വരുന്നു, പിന്നെ നല്ല വീടുകളിൽ താമസിക്കുന്നവനോട് ദൈവത്തിന് വെറുപ്പാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് ഭൗതിക തലത്തിലുള്ള ഒരു വിഷയമേ അല്ല. ആത്മീക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ദാരിദ്ര്യത്തെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുള്ളൂ. ഒന്ന്, നമ്മൾ ദരിദ്രരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കൊരാവശ്യകത ഉണ്ടാകണം. ആ ദൈവത്തിൻ്റെ കരുണയിൽ മുറുകെ പിടിക്കണം. ശരിക്കും കരുണയുണ്ടാകണമേ എന്നാണ്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യേശുവിനെ പിടിച്ചു നിർത്തി വിടുതൽ പ്രാപിച്ച ആളുകളുണ്ട്. അവർ പിടിച്ചു നിർത്തിയവരാണ്. സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കൊരിക്കലും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ യേശുവിനെ പിടിച്ചു നിർത്തിയവരുണ്ട്. അവരിൽ ഒരാൾ ആരാണെന്നറിയാമോ? ഒരു കുരുടനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ എരിഹോവിലൂടെ യേശു യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരിക്കുകയാണ്. യേശു പോകുന്നു എന്നൊക്കെ കേട്ടു. കുരുടനായതുകൊണ്ട്, സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് പോകാൻ പറ്റത്തില്ല. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ ശാസിച്ചു. ശരിക്കും മുന്നടക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ വഴി ഒരുക്കിക്കൊണ്ട് പോകുന്നവരാണ്. അപ്പൊ യേശുവിന്റെ അന്നത്തെ കാലത്തെ ശുശ്രൂഷയിൽ യേശു ഇങ്ങനെ നടന്നു പോകുന്നു. നൂറുകണക്കിന് ആളുകൾ യേശുവിന്റെ ചുറ്റും യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയരികിൽ നിന്ന് യേശുവിന്റെ അരികിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ചേട്ടായിമാര്, ചേട്ടന്മാര്, അച്ചാച്ചന്മാര്, വലിയ ആളുകൾ യേശുവിന്റെ ചുറ്റുമുണ്ട്. യേശുവിനേക്കാൾ തലക്കനമുള്ള, യേശുവിനേക്കാൾ എന്താ പറയുന്നത്, വലിയ പുള്ളികളാണ്. അവർ പറഞ്ഞു മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. കണ്ടോ? പക്ഷെ അവൻ അധികം നിലവിളിച്ചു. കർത്താവ് ആ നിലവിളി കേട്ടിട്ട് പറഞ്ഞു, ആരാന്ന് ചോദിച്ചു. ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. യേശുവിന്റെ അരികിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? പറ, നിന്റെ ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, അവന് കാഴ്ച വേണമെന്ന് യേശുവിന് അറിയില്ലായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അക്നോളജിങ് ദ റിയാലിറ്റി അക്നോളജ് ചെയ്യുക, ആവശ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകുക. പറഞ്ഞ കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന് കാഴ്ച കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊന്ന് അക്നോളജ് ചെയ്യണം. നീ എൻ്റെ രക്ഷകനായിരിക്കണം, അവിടുന്ന് എൻ്റെ കർത്താവായിരിക്കണം, അവിടുന്ന് എന്നോടുകൂടെ ഇരിക്കണം. ഒരു കനാന്യ സ്ത്രീയുണ്ട്. അവള് തൻ്റെ മകളുടെ ഒരു വിഷയത്തിന് വേണ്ടിയല്ലേ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നപ്പം ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നല്ല, രക്ഷിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം ശരിക്കും അവളവളുടെ വിശ്വാസം കൊണ്ട്, അവളവളുടെ ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട്, സാഹചര്യത്തിനപ്പുറത്ത് ദൈവിക വിടുതൽ പ്രാപിച്ചവളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്ക് രക്ഷപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, കർത്താവിനോട് കൂടെ നടക്കാൻ തീവ്രമായ ഒരു ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് പറയുന്നത് എന്തും കേൾക്കാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഉറപ്പായും വിടുതൽ പ്രാപിച്ചിരിക്കും. 100% ഉറപ്പാണ്. ആത്മീക സ്ഥിരത ആവശ്യമാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അനേക വർഷങ്ങൾ അദ്ദേഹം നടന്നു, ഇല്ലേ? ആ നടന്നു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് പോലും ഒരു സ്ഥിരതയാണ് കാണുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് സ്ഥിരത ആവശ്യമാണ്. കേൾക്കണമേ, കരുണ തോന്നണമേ, രക്ഷകനായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ആരാണ് രക്ഷകൻ? ലോകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കൊന്ന് പറയാൻ പറ്റുമോ? അവിടുന്ന് എൻ്റെ രക്ഷകനായിരിക്കണമേ, അവിടുന്ന് എൻ്റെ നാഥനായിരിക്കണമേ. എന്തെങ്കിലും വിടുതലിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്ന രീതികൾ മാറ്റിയിട്ട് നമുക്ക് ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി നമുക്ക് കൊടുക്കാം.
ദൈവത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് നമുക്ക് വരാം. ജീസസ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രവാദവും ആഭിചാരവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് ചെയ്തു. ഒരുപാട് പേരിലേക്ക് ആ മെസ്സേജ് എത്തി. ഒത്തിരി പേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് പലരും എന്നെ വിളിച്ചു, പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ചില ആത്മീക ചിന്തകൾ, ആലോചനകൾ ദൈവാത്മാവ് എനിക്ക് തന്നു. ഒരാളോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ജീവിതത്തിൻ്റെ അകത്ത് യഥാർത്ഥ പാതയിലാണോ ജീവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇടയ്ക്കൽപ്പം കുഴപ്പങ്ങളുണ്ട്. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ആ ആളെ വിളിച്ചു വരുത്തി, നിങ്ങളൊരു 2000-3000 രൂപ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന വെക്ക്, നിങ്ങളുടെ പ്രശ്നത്തിന് വിടുതലാകുമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ലെന്നുള്ളതാണ് സത്യം. ഇത് ആദായ മാർഗമല്ല. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ക്രമപ്പെടേണ്ടുന്ന മേഖലകളിൽ നമ്മൾ ക്രമപ്പെടണം. നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി കർത്താവിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി കർത്താവിരിക്കട്ടെ. ദാവീദും ശലോമോനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ശലോമോന് ജ്ഞാനം ദൈവം കൊടുത്തു, പണം ദൈവം കൊടുത്തു, അറിവ് ദൈവം കൊടുത്തു. പക്ഷേ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയില്ലായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സില്ലായിരുന്നു. ദാവീദിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്ന്, ദൈവത്തെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നു. ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ചിലർക്ക് വിടുതൽ വേണം, അവർ വചനം അനുസരിക്കത്തില്ല. ദൈവകൽപ്പനകൾ അനുസരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ പോലും വിടുതൽ കിട്ടും, അത്ഭുതങ്ങൾ നടക്കുമെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും, ഇങ്ങനെ ലഭിക്കുന്ന വിടുതലുകളൊന്നും സ്ഥിരമായി ജീവിതത്തിൽ നിലനിൽക്കില്ല. യഥാർത്ഥമായി നിലനിൽക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ രക്ഷകനായി മാറണം. എന്നിൽ കരുണ തോന്നണമേ. ഓ ലോർഡ്, ബി ഗ്രേഷ്യസ് ടു മീ. എന്നോട് കരുണ തോന്നണമേ. ഏറ്റവും ഒടുവിൽ പറയുക, ഇങ്ങനെ നിലവിളിച്ച ദാവീദ് ഏറ്റവും ഒടുവിൽ ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകം, എനിക്ക് ഒത്തിരി ചിന്തകൾ എനിക്കറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ശക്തമായി ഇടപെടുന്നുണ്ട്. ഞാൻ പറയട്ടെ, വചനത്തിന്റെ ശക്തി അപാരമാണ്. ഇങ്ങനെ നിലവിളിച്ച, ഈ നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നവരൊക്കെ വേദപുസ്തകത്തിന്റെ അകത്തുണ്ട്. നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നവർ, അവർക്കൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി ഇരട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. സത്യത്തിൽ ദൈവം വിടുവിച്ചിട്ട് നമ്മുടെ വഴിയിൽ അങ്ങ് പോകാനല്ല, അവിടുത്തെ സാക്ഷിയാകുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ശിഷ്ടകാലം കർത്താവിന് വേണ്ടി നിൽക്കുക. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ദെക്കപ്പൊലി നാട്ടിൽ ഒരു മിഷനറിയായി മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആഴമായ ആത്മീക അനുഭവങ്ങളിലൂടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.